സീരിയൽ ക്രിമിനൽസ് സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേണിലോ വ്യക്തമായിട്ടുള്ള മെത്തേഡ്സിലോ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ സീരിയൽ ക്രിമിനൽസ് എന്ന് വിളിക്കാറുള്ളത്. അത് ബാങ്ക് റോബറി നടത്തുന്നവരോ കിഡ്നാപ്പോ അല്ലെങ്കിൽ മർഡേഴ്സ് നടത്തുന്നവരോ ഒക്കെ ആവാം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫൺ ഫേക്ക് മാത്ത്. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ സ്ഥിരമായി ഒരുപാട് സീരിയൽ കില്ലിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. FBI അടക്കമുള്ള ഒരുപാട് അന്വേഷണ ഏജൻസികൾ ഇതിന്റെ പുറകിലുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയത്താണ് കിം റോസ്മോ എന്ന് പറയുന്ന ഒരു PhD ക്രിമിനോളജിസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനുമായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ രണ്ടെണ്ണമായിരുന്നു. ആദ്യത്തേത്, ഏതൊരു ക്രൈം സീൻ എടുക്കുകയാണെങ്കിലും അവിടെ കൊലയാളിയുടെയും കൊല്ലപ്പെട്ട ആളുടെയും വീടുകൾ തമ്മിലുള്ള അകലത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഒരുപാട് അകലെയോ അല്ലെങ്കിൽ ഒരുപാട് അടുത്തോ ആയിരുന്നില്ല. എപ്പോഴും ഒരു മീഡിയം ഡിസ്റ്റൻസിലുള്ള വിക്ടിംസിനെ ആയിരുന്നു എപ്പോഴും സെലക്ട് ചെയ്യപ്പെട്ടിരുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ എടുത്തുകൊണ്ട് ഈ ഒരു വിക്ടിമിൻ്റെയും കൊല്ലപ്പെട്ട ആളുടെയും അതുപോലെ തന്നെ കൊലയാളിയുടെയും വീട് തമ്മിലുള്ള എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൺസിഡർ ചെയ്തുകൊണ്ട് കിം റോസ്മോ ഡെവലപ്പ് ചെയ്തെടുത്ത ഇക്വേഷനാണ് ഈ കാണുന്നത്. സോ കാണുന്ന സമയത്ത് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും പ്രോബബിലിറ്റി എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ടാണ് കിം റോസ്മോ ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന സാധ്യതകളുടെ ഒരുപാട് ലോകം തുറന്നു കൊടുക്കുന്ന ഒരു ശാഖയാണ്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ശാഖയാണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ എല്ലാ ഐഡിയാസും ഉപയോഗിച്ചുകൊണ്ട് കിം റോസ്മോ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഒരു ഇക്വേഷൻ പിന്നീട് അങ്ങോട്ട് ലോസ് ഏഞ്ചലസിലെയും മറ്റ് പല ഭാഗങ്ങളിലെയും ഒരുപാട് കേസുകൾ തെളിയിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറീസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ കിം റോസ്മോയുടെ ഇക്വേഷനെതിരെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വരികയുണ്ടായി. കേവലം ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, തിയറി ആയിട്ട് പഠിച്ചു പോവേണ്ട മാത്തമാറ്റിക്സ് ഇത്രമാത്രം ഗൗരവപരമായ സിറ്റുവേഷൻസിലോട്ട് വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തോട്ട് വന്നു. പക്ഷേ റിച്ചാർഡ് ചേസിനെ പോലെയുള്ള സീരിയൽ കില്ലേഴ്സിനെ പിടിക്കാൻ വരെ യൂസ്ഫുൾ ആയ ഈ ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഹേറ്റേഴ്സിന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേവലം പഠിക്കാൻ മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് മാത്തമാറ്റിക്സ് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായുള്ള ഒരു എക്സാമ്പിളാണിത്. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് മേഖലകളിലായാലും അവിടെ മാത്തമാറ്റിക്സിൻ്റെ സാന്നിധ്യം കാണാത്ത ഒരു ഏരിയ പോലും ഉണ്ടാവില്ല എന്നുള്ള സത്യത്തിനെ വീണ്ടും വീണ്ടും യാഥാർത്ഥ്യമാക്കുന്നതാണ് കിം റോസ്മോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള മറ്റൊരു ഫാക്റ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.